ശ്രീ ജിതിൻ, ഇപ്പോൾ BJP പ്രധാനമായും ഉയർത്തുന്ന ഒരു കാര്യം, സംഘടനാതലത്തിൽ വേണ്ടാത്ത രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ സഹിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് BJP ചോദ്യം ചെയ്യുന്നത്. അതായത് രാഹുൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം ഒഴിയണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇന്ന് രാജി ഉണ്ടാകും എന്നുള്ള വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജി പ്രഖ്യാപിക്കാനല്ല രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്. പകരം ചില ദുർബല പ്രതിരോധങ്ങൾ ഉയർത്തി തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഒന്ന് തടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രതിരോധം അങ്ങേയറ്റം ദുർബലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും രാഹുൽ രാജിവെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എങ്ങനെയാണ് BJP ഈ സാഹചര്യത്തെ കാണുന്നത്? മാധ്യമങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസ് ആവശ്യപ്പെടുന്നു രാഹുൽ രാജിവെക്കണമെന്ന്. അതേപോലെ തന്നെ ഷനിമോൾ ഉസ്മാൻ്റെ പ്രതികരണം കണ്ടു. കുറച്ചു മുമ്പ് ജനം തന്നെ ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. ഇങ്ങനെ ഓരോ വനിതാ നേതാക്കൾ രാഹുലിൻ്റെ രാജിക്കായി മുറവിളി കൂട്ടുമ്പോൾ ഈ പറഞ്ഞ ഈ ലൈംഗിക ചൂഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നേതാക്കന്മാരെ മൊത്തം വരുതിയിലാക്കി നിർത്തുവാൻ, അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത തരത്തിലുള്ള സംരക്ഷണ കവചം തീർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എന്തോ ഒരു വലിയ ബോംബ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ടാകാം. നോക്കൂ, ഇന്ന് ശ്രീ VD സതീശന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞിറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ ഒരു വാചകം പോലും, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഏത് സമയത്തും മാധ്യമങ്ങളെ ഞങ്ങൾ അകറ്റി നിർത്തില്ല, മാധ്യമങ്ങളെ ഞങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്, മോഡിക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന VD സതീശൻ ഒരു വളിച്ച വഷളം ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മൾ കണ്ടു. VD സതീശൻ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് എന്തൊക്കെയോ തരത്തിലുള്ള പ്രത്യാരോപണങ്ങളും ഏതൊക്കെയോ ഗൂഢാലോചനകളൊക്കെ പറയുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം പൊട്ടിച്ചിരിക്കുകയാണ്. ഇയാൾക്കെതിരെയുള്ളത് ഒരു ആരോപണം മാത്രമാണോ? ഈ ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ എടുക്കുന്ന സമയത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ടിഷ്യൂ വരുന്നത് പോലെ ഓരോരുത്തർ പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇത്രത്തോളം വൾഗറായിട്ടുള്ള ഒരാളിനെ ഈ പറഞ്ഞ പാലക്കാട് പോലുള്ള ഒരു പ്രദേശത്ത് അവരുടെ MLA ആയിട്ട് തുടർന്നു കൊള്ളണം, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നടപടിയെടുത്ത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ മാന്യം സംരക്ഷിച്ചു, പക്ഷേ പാലക്കാട് ജനങ്ങളോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല, ഇയാൾ MLA ആയിട്ട് ഈ കേരളത്തിൽ തെക്കുവടക്ക് നടന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം, അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക, സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചുകൊണ്ട് ഇതിന് അനുവാദം കൊടുക്കുന്ന ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംഭവം, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറയുന്നത്? CPM രാജിവെച്ചോ, മുകേഷ് വെച്ചോ, അവരൊക്കെ ഈ മുകേഷ് വെച്ചോ, മറ്റേ എന്താ പറയുക ഗണേഷ് കുമാർ വെച്ചോ, ശശീന്ദ്രൻ വെച്ചോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഞങ്ങളൊരു കീഴ്വഴക്കം കേരളത്തിൽ, ഇവരാരാണ് തീരുമാനിക്കാൻ കീഴ്വഴക്കത്തിൽ? കേരളത്തിലെ സ്ത്രീകളുടെ മാനത്തിന് വിലയിടാൻ അല്ലെങ്കിൽ അതിന് കീഴ്വഴക്കം നിർണ്ണയിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തിട്ടുള്ളത്? ഒരാൾ പറയുന്നു തീവ്രത കുറഞ്ഞ പീഡനത്തെ പറ്റിയിട്ടാണ് CPM സംസാരിക്കുക, ഇവർ പറയുന്നത് കാഠിന്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇങ്ങനെ ന്യായീകരണമില്ലാത്ത ന്യായീകരണങ്ങൾ, പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ന്യായീകരണങ്ങൾ, കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഈ എന്താ പറയുക ഭാരതനാടിന് മുമ്പിൽ ലജ്ജിച്ച് നിൽക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മാനത്തിന് വില പറഞ്ഞ ഒരുത്തൻ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്രത്തോളം സ്ത്രീകളെ യൂസ് ചെയ്തവൻ, ചൂഷണം ചെയ്തവൻ, ഇന്നും MLA എന്ന ആ ഇമ്മ്യൂണിറ്റിയിൽ, ആ ലേബലിൽ ഈ സമൂഹത്തിൽ തെക്കുവടക്ക് നടക്കുന്നു, വാഹനം എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ചകത്തേക്ക് കയറി പോകുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ന്യായീകരിച്ചത് കണ്ടില്ലേ? ഷാഫി പറമ്പിൽ എന്താ പറഞ്ഞത്? രാഹുലിന്റെ തീരുമാനമാണെന്ന്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനെന്ന്. അങ്ങനൊക്കെ പറയാൻ മാത്രം ഏത് ഗോഡ് ഫാദർ ആണ്, അല്ലെങ്കിൽ എന്ത് ബോംബാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിരിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.